മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിക്ക് കൊടുത്തുവിടാനായിട്ട് മോഹിനി തയ്യാറാക്കിയ ആ പലഹാരങ്ങളിൽ പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് കരുണയ്ക്ക് കൊടുത്ത അതേ വിഷം തന്നെ ചേർക്കുന്നു. എന്തായാലും കുഞ്ഞുണ്ടാവുന്നതോടുകൂടി തന്നെ മഹാലക്ഷ്മിയുടെ ആരോഗ്യവും വളരെ മോശപ്പെട്ട രീതിയിലാകുമെന്ന് അവർ സന്തോഷത്തോടു കൂടിയിട്ട് സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ എല്ലാം പൊളിച്ചുകൊണ്ടാണ് കരുണയാവട്ടെ മുത്തശ്ശിയുടെയും പ്രതാപന്റെയും പ്ലാനിങ് ദുർഗയോട് പറയുന്നത്. ദുർഗയാവട്ടെ അത് കണ്ണനോടും പറയുന്നുണ്ട്. എന്തുകൊണ്ടും ഈ നാടകം കളിക്കുന്നത് തന്റെ കുഞ്ഞിനും ഭാര്യയ്ക്കും നല്ലതാണെന്നും അവർക്ക് വരാൻ പോകുന്ന ദുരന്തം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നും കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് വേഗം തന്നെ മോഹിനിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. വിഷം കലർത്തുന്ന ആ ഒരു രംഗങ്ങളൊക്കെ തന്നെ മോഹിനിയാണെങ്കിൽ നേരിട്ട് കാണുന്നു. മഹിയോടും കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ കണ്ണനോട് മഹി പറയുന്നുണ്ട്, അപ്പോ നാളെ അമ്മ കൊണ്ടുവരുന്ന പലഹാരം ധൈര്യത്തോടെ കഴിക്കാമല്ലേ? അതെ, ധൈര്യത്തോടെ കഴിക്കാമെന്ന് മാത്രമല്ല, വിഷം കലർത്തിയ പലഹാരം ആരാണോ കലർത്തിയത് അവർ തന്നെ കഴിച്ച് അതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കട്ടെ. പിന്നീട് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കണ്ണൻ പറയുന്നു. മോഹിനി ആവട്ടെ മഹിക്കുള്ള പലഹാരങ്ങൾ മാറ്റി വെച്ചിട്ട് ആ വിഷം കലർത്തിയ പലഹാരം എടുത്തിട്ട് പ്രതാപൻ മുത്തശ്ശിക്കും കഴിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പൊട്ടന്മാര് അത് അറിയുന്നില്ല. പിന്നീട് അത് രാവിലെ തന്നെ മോഹിനി പലഹാരങ്ങളുമായിട്ട് ലേഖയുടെ വീട്ടിലേക്ക് പോവാനായിട്ട് ഇറങ്ങുകയാണ്. ഇത് കാണുന്ന പ്രതാപനും മുത്തശ്ശിയും, അമ്മേ അവള് വരുന്നുണ്ട്, പാവം അറിയില്ലല്ലോ അവളുടെ മോൾക്ക് കൊടുക്കാൻ പോകുന്നത് സ്പെഷ്യൽ പലഹാരമാണെന്ന്. ആടാ, എന്തായാലും അവള് കൊടുത്തിട്ട് വരട്ടെ. ഒരു തരി പോലും അവളുടെ മുഖത്ത് ഒരു വിഷമം കാണുന്നില്ല. കണ്ണനെ സ്വന്തം മകനായിട്ട് കണ്ടവളാ, എന്നിട്ടിപ്പോ അവനെ ചതിച്ചവളെ പലഹാരം കൊണ്ടുപോയി കൊടുത്ത് സ്നേഹിക്കുന്നു. ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ മോഹിനി അടുത്തെത്തുമ്പോ പ്രതാപൻ ചോദിക്കുകയാണ്, മോളെ കാണാനായിട്ട് പോവുമായിരിക്കും അല്ലേ? അതെ, എന്താ? കൊണ്ടു കൊടുക്ക്. അന്യന്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കുന്നവളല്ലേ, അവിഹിത സന്തതിയല്ലേ പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കൊടുക്കേണ്ടി വരും. എന്നാലും നിനക്ക് ചെറിയൊരു വിഷമം പോലും ഇല്ലേടി? കാരണം നിന്നെ എത്ര സപ്പോർട്ട് ചെയ്തതാണ്. നിന്നെ സ്വന്തം അമ്മയെ പോലെയല്ല അവൻ കണ്ടത്. അവനും ചതിച്ച നിന്റെ മോളോട് നിനക്ക് ഒരു തരി പോലും ദേഷ്യമില്ലല്ലോ. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോ അതിനെന്റെ മോള് ആരെയും ചതിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യമില്ലാത്തത്. ശരി ശരി, നിന്ന് സംസാരിക്കാതെ പോടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ മോഹിനി അവിടെ നിന്നും ആട്ടിവിടുകയാണ്. അങ്ങനെ മോഹിനിയാണെങ്കിൽ രണ്ട് കൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. അവർക്കറിയാം എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ തോമസ് വൈദ്യന്റെ ആശ്രമത്തിലാവട്ടെ മേഘനാഥൻ ഡിസ്ചാർജ് ആവുന്ന ദിവസമാണ്. അങ്ങനെ മേഘനാഥനാവട്ടെ തോമസ് സാറിനോട് പറയുന്നുണ്ട്, ഞാനിപ്പോ പോവുകയാണ്, എന്റെ ശത്രുക്കളെയൊക്കെ തന്നെ ഞാൻ ഇല്ലായ്മ ചെയ്യും സാറേ എന്നൊക്കെ പറയുമ്പോൾ, താനായിട്ട് ഇനി ഒന്നിനും പോകേണ്ട, ആരാണോ പാപം ചെയ്യുന്നത് അവർക്ക് മുതലും പലിശയടക്കം സർവേശ്വരൻ കൊടുത്തു. മനുഷ്യന്മാർ തന്നെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്നൊരാൾ മുകളിലുണ്ട്, അയാള് വേണ്ടത് ചെയ്തോളും. പാപം ചെയ്തവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോവില്ല മേഘനാഥ എന്നൊക്കെ പറയുമ്പോൾ അത് മേഘന് ചെറുതായിട്ടൊന്നും കൊള്ളുന്നുണ്ട്. കാരണം നിരന്തരം ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് ഈ അസുരഗണങ്ങളാണ്. അങ്ങനെ ഇനി മാർക്കോയുമായിട്ട് ഏറ്റുമുട്ടണ്ട എന്നൊക്കെ തോമസ് സാറ് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നും മേഘനാഥൻ പോകുന്നു. അങ്ങനെ പലഹാരങ്ങളുമായിട്ട് മോഹിനി ആവട്ടെ ലേഖയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ കണ്ണനുണ്ട്. കണ്ണനോട് മോഹിനി പറയുകയാണ്, എനിക്ക് എന്ത് പറയേണ്ടതെന്നും അറിയുന്നില്ല മോനെ. ഇത്തരത്തിൽ ഇവരൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഈ കുഞ്ഞൊന്ന് ഭൂമി കാണാൻ ഒരുപാട് പ്രയാസപ്പെടുമെന്ന് ആ അമ്മ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ടും നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പ്ലാനിങ് പ്രത്യേകം അറിയാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അമ്മ പലഹാരം ആയിട്ട് വന്നതല്ലേ, ഇങ്ങ് തന്നെ ഞങ്ങൾ കഴിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും ലേഖയും അനന്തവും എല്ലാവരും ചേർന്ന് ആ പലഹാരം കഴിക്കുന്നു. ഇനിയിപ്പോ അവിടെ മുത്തശ്ശിയും ഇവളുടെ രണ്ടാനച്ഛനും ചേർന്ന് ആ പലഹാരം കഴിച്ച് അതിന്റെ രുചി അറിയട്ടെ. ഹോസ്പിറ്റലിൽ കിടന്ന് അവരനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും എന്താണ് ചെയ്തതിന്റെ ഫലം എന്ന്. അങ്ങനെ മോഹിനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ മോളെ ഒന്ന് എനിക്ക് അടുത്ത് നിർത്താൻ പോലും ഈ അവസരത്തിൽ കഴിയുന്നില്ലല്ലോ, ആകെ വല്ലാത്തൊരു അവസ്ഥയായി പോയെന്നൊക്കെ പറയുമ്പോൾ, അമ്മ വിഷമിക്കണ്ട, എന്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. എനിക്ക് കണ്ണേട്ടനെയോ അമ്മയെയോ ഒന്ന് അടുത്ത് അമ്മയുടെയോ അടുത്തിരിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. പക്ഷെ ലേഖയും അനന്തമായിട്ടുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ സന്തോഷവതിയാണ്. അമ്മയും കണ്ണേട്ടനും എന്നെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവരും എന്നെ നോക്കുന്നത് എന്നൊക്കെ മോഹിനിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് മോഹിനി ആവട്ടെ കണ്ണനോട് പറയുന്നുണ്ട്, വളരെയധികം സൂക്ഷിക്കണം മോനെ, ശത്രുക്കൾ ചുറ്റിലുമുള്ളതാണ്. നീ ഇപ്പോൾ ഒരു സിംഹക്കൂട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കെല്ലാം അറിയാമേ. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് നേരിയ ഡൗട്ട് പോലും കൊടുക്കുന്നില്ല. പിന്നെ അവര് കണ്ടുപിടിച്ചാൽ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഈ സമയം കരുണാലയത്തിൽ പ്രതാപനും മുത്തശ്ശിയും ചേർന്ന്
കൊതിയോട് കൂടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. എടാ, എനിക്ക് ഇനി സഹിച്ചുകൊണ്ടിരിക്കാൻ വയ്യ, ഇവളുണ്ടാക്കുന്ന പലഹാരങ്ങൾക്കൊക്കെ ഒടുക്കത്തെ ടേസ്റ്റാണ്, നമുക്കിതങ്ങ് തിന്നാലോ. പിന്നല്ലാതെ ഞാനും അത് തന്നെയാ ഓർത്ത് നിൽക്കുന്നത്. നമുക്കത് കഴിക്കാമേ, അവള് വരുന്നതിന് മുമ്പായിട്ട്. ഇനിയിപ്പോ അവൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറ്റം പറഞ്ഞതല്ലേ, അവള് വന്നിട്ട് ഇതൊക്കെ കഴിക്കാൻ നോക്കിയാ അവൾ എന്താ വിചാരിക്കുക? അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആർത്തിയോട് കൂടിയിട്ട് പ്രതാപനും മുത്തശ്ശിയും ആ ഒരു അപ്പമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ ആ ദുഷ്ടന്മാർ അറിയുന്നില്ല അതിലാണ് യഥാർത്ഥത്തിൽ വിഷം കലർന്നിരിക്കുന്നതെന്ന്. എന്തായാലും മഹാലക്ഷ്മിക്ക് വെച്ച ആ ഒരു കെണി തിരിച്ച് 100 ഇരട്ടിയായി തന്നെ പ്രതാപനെയും മുത്തശ്ശിയെയും ആഞ്ഞടിച്ചിരിക്കുകയാണ്. എന്തായാലും മുത്തശ്ശിയുടെയും പ്രതാപന്റെയും ആരോഗ്യനില ഇനി കണ്ടു തന്നെ അറിയണം. കമലേശ്വരത്തിലെ ബാക്കി ശത്രുക്കൾക്ക് തന്നെ ഇത് വലിയൊരു തിരിച്ചടിയാകും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.